അതായത് ഇവരെ നമ്മൾ വളരെ പോസിറ്റീവായിട്ടായിരിക്കും കാണുന്നത്. ഇവരുടെ വായിൽ നിന്ന് ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരില്ല. നമ്മളെ സുഖിപ്പിച്ചുകൊണ്ടുള്ള വർത്തമാനമായിരിക്കും അധികം ഇവർ സംസാരിക്കുന്നത്. പക്ഷേ ഇവരെ തിരിച്ചറിയാനുള്ള ഒരു എളുപ്പ മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹലോ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് വ്യാഴാഴ്ച നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു ദിവസമാണ്. ഇന്ന് പക്ഷെ ഒരു മാരേജ് ഫംഗ്ഷന് പോയത് കൊണ്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ഒരു ലൈവ് വന്നായിരുന്നു കേട്ടോ. ഗ്രൂപ്പിലുള്ള കുറച്ച് പേര് അതിൽ ജോയിൻ ചെയ്തു, സംസാരിച്ചു, സന്തോഷമായി. എന്നാൽ ആ ലൈവ് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ എനിക്കിങ്ങനെ അതൊരു വിഷമമായിരുന്നു. എല്ലാ വ്യാഴാഴ്ചയും വീഡിയോ ഇട്ടിട്ട് ഇന്ന് വീഡിയോ വരാത്തതില്. അങ്ങനെ ഞാൻ കടയിൽ നിന്ന് വന്നപ്പോൾ, രാത്രി കടയിൽ നിന്ന് വന്നപ്പോൾ, ഇപ്പോൾ രാത്രി 9 മണിയായി, പെട്ടെന്ന് വീഡിയോ ചെയ്യുവാണ് കേട്ടോ. അപ്പൊ ഇന്ന് കല്യാണത്തിന് പോയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ കുറച്ച് വിശേഷങ്ങളും പറയാം. പിന്നെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ കുറച്ച് ദിവസം കൊണ്ടൊരു കണ്ടന്റ് എന്തെങ്കിലും ഇങ്ങനെ തിക്കുമുട്ടി വരുമ്പോൾ അത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്കതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. വീഡിയോ ആയിട്ട് വരുമ്പോൾ, നിങ്ങൾ കാണുമ്പോൾ, കമന്റ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ആ കണ്ടന്റ് ഇതാണ്. നമ്മളിങ്ങനെ എല്ലാവരോടും സൗഹൃദമൊക്കെ കാണിക്കും, അടുപ്പം കാണിക്കൂലേ, ഒരുപാട് പേരായിട്ട് ഇടപഴകിയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ചില ആളുകളെ നമ്മൾ സൂക്ഷിക്കണം. നമുക്ക് തോന്നും അത് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ്, അവര് നല്ലതാണല്ലോ എപ്പോഴും പറയുന്നതെന്ന് തോന്നും. പക്ഷെ അങ്ങനെയുള്ളവരെ ഒന്ന് അകറ്റി നിർത്തണം, ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവൂ. അങ്ങനെയുള്ള ഒരാൾക്കാരുടെ കാര്യങ്ങൾ അവരെ എങ്ങനെ തിരിച്ചറിയാം, ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുവാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. മാത്രമല്ല, എല്ലാ യൂട്യൂബ് ചാനലും ഒക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചുമ്മാ ഡേറ്റ നഷ്ടം മാത്രമേ ഉള്ളൂ അല്ലേ. എന്നാൽ എൻ്റെ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് വരുമാനം ഉണ്ടാക്കുവാനായിട്ടുള്ള മാർഗങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത്, വഴികാട്ടിയായിട്ട് നിൽക്കുന്നത്. നിങ്ങളെ കൂടെ കൂട്ടി ഞാനും ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ് കേട്ടോ. നമ്മുടെ കൂടെ ഉള്ളവർക്ക്, പതിവായി വീഡിയോ കാണുന്നവർക്ക്, എൻ്റെ കൂടെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി. പൂർണ്ണമായ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ കാണുക. അപ്പോൾ ആ ആൾക്കാരുടെ കാര്യങ്ങൾ അറിയാനായിട്ട്, എങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മളൊന്ന് അകറ്റി നിർത്തേണ്ടത്, അല്ലെങ്കിൽ ഒന്ന് സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ നല്ലവരാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ആ ആൾക്കാര് എങ്ങനെയുള്ളവരാണ്, അവരുടെ സ്വഭാവ രീതികൾ എന്താണെന്നൊക്കെ അറിയാൻ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ചെറിയൊരു വിശേഷം പറയട്ടെ കേട്ടോ. കല്യാണത്തിന് പോയായിരുന്നു ഇന്ന്, അതുകൊണ്ട് രാവിലെ കടയിൽ പോയില്ല. വൈകിട്ടായപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നില്ല. അമ്മ പിന്നെ അമ്മാമ്മയുടെ വീട്ടിൽ പോയേക്കുമായിരുന്നു. ഞങ്ങൾ 2 പേരും അല്ലേ ഉള്ളൂ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് വേഗം കല്യാണത്തിന് പോയി. വൈകിട്ടായപ്പോഴേക്കും എനിക്ക് വിശപ്പ് തുടങ്ങി, കടയിലും പോകണമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കാഷ്യൂനട്ട് ഇവിടെ ഇരുന്നത് വറുത്ത് കൊണ്ടുപോയി. വറക്കാറില്ല, അങ്ങനെ വറക്കുന്നത് ശരിയാവില്ല, എണ്ണയും കൂടെ അതിനകത്ത് കൊളസ്ട്രോൾ ആഡ് ചെയ്യരുതെന്നാണ് പറയുന്നത്. എന്നാലും എനിക്ക് ഇന്ന് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. കുരുമുളകും ഉപ്പും ഒക്കെ ഇട്ട്, കുറച്ച് ചുവന്ന മുളക് പൊടിയൊക്കെ ഇട്ട് വറുത്ത് ഞാൻ കടയിൽ കൊണ്ടുപോയി അത് കഴിച്ച്, ബാക്കി ഞാനിവിടെ ഒരു പാത്രത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇച്ചായനും കൂടെ വരുമ്പോൾ കൊടുക്കാനാണ്. ഇപ്പൊ രാത്രി 9 മണിയായി, വരാൻ വൈകും. അപ്പൊ വരുമ്പോ എന്തായാലും ഒരു ചായ ചോദിക്കും, അതിൻ്റെ കൂടെ ഒന്ന് കുറിക്കുവാനായിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ കൊല്ലത്ത് വന്നേ പിന്നെയാണ് കേട്ടോ ഞാൻ അധികം കാഷ്യൂനട്ടൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. ഞങ്ങളുടെ അവിടെ ഒന്നും അങ്ങനെ അധികം വാങ്ങിക്കാറില്ല. ഇവിടെ എപ്പോഴും ഉണ്ടാവും, കാഷ്യൂനട്ട് ഉണ്ടാവും. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ പറയാം. നമ്മൾ നല്ലതാണെന്ന് വിചാരിച്ച് കുറച്ച് ആൾക്കാരെ നമ്മളിങ്ങനെ അടുപ്പിച്ച് നിർത്തിയിട്ടുണ്ടാവും. പക്ഷെ അവർ യഥാർത്ഥത്തിൽ നല്ലവരല്ല. അവരെ തിരിച്ചറിയുവാനായിട്ടുള്ള മാർഗങ്ങളാണ്. അതായത് അവര് ചില ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല ആൾക്കാരാണെന്ന് ഭാവിച്ച് നമ്മളെ ഉള്ളിൽ ദുഷിക്കുന്ന ആളുകളെ നമുക്ക് തിരിച്ചറിയാം. അതായത് ഇവരെ നമ്മൾ വളരെ പോസിറ്റീവായിട്ടായിരിക്കും കാണുന്നത്. ഇവരുടെ വായിൽ നിന്ന് ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരില്ല. നമ്മളെ സുഖിപ്പിച്ചുകൊണ്ടുള്ള വർത്തമാനമായിരിക്കും അധികം ഇവർ സംസാരിക്കുന്നത്. പക്ഷേ ഇവരെ തിരിച്ചറിയാനുള്ള ഒരു എളുപ്പ മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവരെപ്പോഴും ആദ്യം കണ്ടുപിടിക്കുന്നത് നമ്മുടെ കുറ്റങ്ങളൊന്നും ആയിരിക്കില്ല. കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവരെ നമുക്ക് ഇഷ്ടപ്പെടില്ല, അല്ലാത്തവരെ നമ്മൾ ചേർത്ത് നിർത്തും. ഇവര് ഇങ്ങനെയുള്ളവര് പെട്ടെന്ന് നമ്മളെ ചൂഷണം ചെയ്യുന്നവര്, അല്ലെങ്കിൽ പുറമേ ചിരിച്ചുകൊണ്ട് നമ്മളെ ഉള്ളിൽ ദുഷിക്കുന്നവര് ഏറ്റവും ആദ്യം നമ്മളിൽ നിന്ന് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ റിച്ച് ഫാക്ടേഴ്സ് അല്ല അവർ പെട്ടെന്ന് കണ്ടുപിടിക്കും. അതായത് അവരിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരത് പെട്ടെന്ന് കണ്ടുപിടിക്കും. ഉദാഹരണത്തിന്, ഇപ്പോൾ
നമ്മൾ കുറച്ച് നിറം വെച്ചു, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫേസ് പാക്ക് ഒക്കെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നാൾ വെയിൽ കൊള്ളാതൊക്കെ ഇരുന്ന് കുറച്ച് കളർ വെച്ചു, നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചൊന്നും നന്നായി, സ്വല്പം ഒന്ന് ശരീരം വണ്ണം വെച്ചു. പക്ഷെ ഇത് ഇവർ പെട്ടെന്ന് കണ്ടുപിടിക്കും. ഇവർ നമ്മളെ നിരീക്ഷിക്കുന്നത് കൊണ്ടാണ് അവരത് കണ്ടുപിടിക്കുന്നത്. അവർ പെട്ടെന്ന് തന്നെ നമ്മളെ കാണുന്ന സെക്കൻഡിൽ തന്നെ പറയും, ഇപ്പൊ ഇത്തിരി നന്നായിട്ടുണ്ടല്ലോ എന്ന് വളരെ ചിരിച്ചുകൊണ്ട് പറയും, നമ്മളെ പുകഴ്ത്തിക്കൊണ്ട് പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇവര് നമ്മുടെ എന്താ പറയാ വെൽവിഷർ ആണെന്ന് വിചാരിക്കും. നിങ്ങൾ ഇത്തിരി നിറം വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ നമ്മൾ വിചാരിക്കും വെൽവിഷർ ആണ്. അതുപോലെ ഇവരിപ്പോ നമ്മുടെ അയൽവാസിയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരികയാണെങ്കിൽ ആദ്യം ഇവർ കണ്ടുപിടിക്കുന്നത് ചുറ്റുപാടും എന്തെങ്കിലുമൊക്കെ പല വൃക്ഷങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി നിൽപ്പുണ്ടോ, അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർ കണ്ടുപിടിക്കുകയും ചെയ്യും, അവരത് ആഗ്രഹിക്കുകയും ചെയ്യും, അവരത് ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അയൽവാസികളോ ബന്ധുക്കളോ ആണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നമ്മളെ ദുഷിക്കുകയും പുറമേ നമ്മളോട് സ്നേഹം കാണിക്കുകയും ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വന്നാൽ ഉടനെ തന്നെ അവർ നമ്മുടെ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് അത് ആഗ്രഹിച്ച് നമ്മളോട് ആവശ്യപ്പെട്ട് അത് നമ്മുടെ പക്കൽ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ദാരിദ്ര്യമായിരിക്കും പിന്നെ ഫലം. ഇങ്ങനെയുള്ളവർക്ക് അവരാഗ്രഹിക്കുന്ന സാധനം അപ്പാടെ കൊടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ദാരിദ്ര്യമായിരിക്കും ഫലം. ഇങ്ങനെയുള്ളവർ വന്ന് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. പണമായാലും ഇങ്ങനെയുള്ളവർക്ക് കടം കൊടുക്കരുത്. ഇങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിഞ്ഞിട്ട് അവരെയാണ് സൂക്ഷിക്കേണ്ടത്, അവരെയാണ് അകറ്റി നിർത്തേണ്ടത്. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചില ആളുകൾ വന്നിട്ട് നമ്മളോട് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും ഇവര് പറയില്ല, വളരെ പോസിറ്റീവായിട്ടേ പറയുള്ളൂ. എന്നിട്ട് നമ്മളിൽ നിന്ന് ഇങ്ങനെ സൂചിപ്പിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യും. അത് ബന്ധുക്കളുണ്ടാവാം, സുഹൃത്തുക്കളുണ്ടാവാം, അയൽവാസികളുണ്ടാകാം. അതുപോലെ ജോലി സ്ഥലത്താണെങ്കിലും അതെ, നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കും ഇവര് നമ്മളെ സുഖിപ്പിച്ച് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവര് നമ്മളെ ചൂഷണം ചെയ്യുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ നിന്നെല്ലാം നമ്മൾ കുറച്ചൊരകലം പാലിക്കണം. ഈ നോ എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, അത് ആദ്യം ഒന്ന് പറയുവാൻ മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള പല പ്രശ്നങ്ങളും ഇല്ലാതാക്കുവാൻ ശക്തമായിട്ടുള്ള ഒരു വാക്കാണ് നോ. ഏറ്റവും ആദ്യം അവരെന്ത് വിചാരിക്കും, അവർക്ക് എന്ത് തോന്നും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ നോ പറയാതിരിക്കുന്നത് അല്ലേ. പിന്നെ പലപ്പോഴും നമുക്ക് അങ്ങനെ മുഖത്തടിച്ച് നോ എന്നും പറയാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളിത് കണ്ടു വേണം നിൽക്കാൻ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ, ഉള്ള കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ ഞാനിവിടെ വിളവെടുപ്പൊക്കെ നടത്തി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ആൾക്കാർ വരും, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ കയറി വരുന്നത് കണ്ട് എൻ്റെ കയ്യെത്തുന്ന ദൂരത്തുനിന്നൊക്കെ അവരുടെ കണ്ണെത്താത്ത സ്ഥലത്തോട്ടൊക്കെ ഞാൻ അതങ്ങ് മാറ്റി വെക്കും. കാരണം അവർ വന്നാൽ അത് ആവശ്യപ്പെടുമെന്നറിയാം. അങ്ങനെയുള്ള ആളുകളുണ്ട്. നമ്മൾ അങ്ങനെയല്ലായിരിക്കാം. മറ്റൊരാളുടെ വീട്ടിൽ ചെന്നാൽ അവരുടെ വീട്ടില് അവര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു സാധനം ചിലപ്പോൾ അവർക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ടായിരിക്കാം, എന്നാലും നമ്മൾ അതിന് ചോദിച്ച് വാങ്ങിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. ഇപ്പൊ വീട്ടിലുണ്ടാവുന്ന കുറെ ചീത്തയായി പോകുന്ന സാധനങ്ങൾ ചോദിച്ച് വാങ്ങിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എന്ത് കണ്ടാലും ആവശ്യപ്പെടുന്ന, എന്ത് കണ്ടാലും ആഗ്രഹിക്കുന്ന, എന്ത് കണ്ടാലും അഭിപ്രായം പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ഇങ്ങനെയുള്ളവർക്കൊക്കെ അവർ ചോദിക്കുന്ന വഴിയെ തന്നെ നമ്മളെല്ലാം അങ്ങ് എടുത്ത് വെച്ചു കൊണ്ടിരുന്നാല് നമ്മളിലേക്ക് ദാരിദ്ര്യം വന്നു ചേരും. നമ്മുടെ ഉള്ള സമ്പത്ത് ചോർന്നു പോയിക്കൊണ്ടിരിക്കും. ഇത് ഞാൻ പല വട്ടം പല കാര്യങ്ങളിൽ പരീക്ഷിച്ചു നോക്കിയിട്ടുള്ളതാണ്. അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ വെറുതെയാണ് എന്ന് വിചാരിച്ച് ഞാനത് ചെയ്തിട്ട് എനിക്കതിന്റെ വിപരീത ഫലം കിട്ടിയിട്ടുണ്ട്. പണമായാലും ശരി നമ്മുടെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് ചില ദിവസങ്ങൾ, ചില പ്രത്യേക ദിവസങ്ങളൊക്കെ നോക്കി മേടിക്കും. ചിലർക്കൊക്കെ നമ്മൾ നേരെ വെളുത്ത് ആദ്യമേ തന്നെ വന്ന് ചോദിച്ചാൽ പണം അങ്ങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ 5ന്റെ പൈസ നമ്മുടെ കയ്യിലേക്ക് അന്നത്തെ ദിവസം വരില്ല. കുറെ ദിവസം ദാരിദ്ര്യമായിരിക്കും. നമുക്കൊരു പൈസയുടെ ഒരു ഷോർട്ടേജ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ചില ആളുകൾക്ക്. ഇങ്ങനെയുള്ള ആളുകൾക്ക് അവർ ചോദിക്കുന്ന വഴിയെ തന്നെ പണം കടം കൊടുക്കുമ്പോൾ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പോസിറ്റീവ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട്, നമ്മളെ സ്നേഹിക്കുകയാണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ഉള്ളിൽ നമ്മളെ ദുഷിക്കുന്ന ആൾക്കാരാണ് ഇവര്. ഇവരുടെ കണ്ണെന്തിലാണ്? നമ്മുടെ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളിൽ നിന്ന് എന്ത് ഗുണം അവർക്കുണ്ടാക്കാമെന്ന് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. അല്ലാതെ അവരിൽ നിന്ന് എന്തെങ്കിലും ഗുണം നമുക്ക് തരണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല അവര്. അങ്ങനെയുള്ള കണ്ണിങ് മൈൻഡുള്ള ചില ആൾക്കാരുണ്ട്. അതായത് ആട്ടിൻ തോലിട്ട ചെന്നായ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ അകറ്റി നിർത്തുക കേട്ടോ. ഇത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ അത് അവർക്ക് ഫീൽ ചെയ്യരുത്. നമ്മൾ അകറ്റി നിർത്തുകയാണ് എന്ന് അവർക്ക് ഫീൽ ചെയ്യാത്ത വിധത്തില് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ബുദ്ധിപൂർവ്വം ചെയ്യണമെന്ന്, ഇതൊക്കെ പ്രത്യേകിച്ച് പഠിപ്പിക്കണോ, കുറച്ചൊക്കെ അഭിനയിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് ജീവിതം.
ഏറ്റവും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്നവർക്കാണ് ഇവിടെ എന്താണ് ബെസ്റ്റ് അവാർഡ് എന്ന് പറഞ്ഞതുപോലെ നല്ല സൗഹൃദങ്ങളുള്ള ഒരു ജീവിതം കിട്ടുകയുള്ളൂ. എനിക്കൊക്കെ സൗഹൃദങ്ങൾ വളരെ കുറവാണ് കേട്ടോ. ഉള്ള സൗഹൃദം നല്ല ഡീപ്പായിട്ടുള്ള റിലേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനി ഇതുപോലെ നിങ്ങളുടെ അടുത്ത് കൂടി വരുന്നവരുടെ ശരിക്കുള്ളൊരു സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. എല്ലാവർക്കും കാണും ഇങ്ങനെ അടുത്തു കൂടി വരുന്ന ആരെങ്കിലും, ബെസ്റ്റ് ഫ്രണ്ട്, അയൽവാസികള്, ബന്ധുക്കള്, ആരെങ്കിലും ഒക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചുമ്മാ ഇങ്ങനെ വീഡിയോ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുക മാത്രമല്ല കേട്ടോ, എന്റെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് കുറച്ച് സഹോദരിമാർക്ക് ബിസിനസ് ചെയ്യാനുള്ള അവസരവും കൂടിയാണ് കേട്ടോ ഞാൻ നൽകുന്നത്. എന്റെ കൂടെ റീസെല്ലിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇപ്പോൾ ഡ്രസ്സിന്റെ റീസെല്ലിംഗ് ബിസിനസ് ആണ്, അത് ഡ്രസ്സിന്റെ റീസെല്ലിംഗ് ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമന്റിൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിന്റെ, ബിസിനസ് ഗ്രൂപ്പിന്റെ ലിങ്ക് പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ കമന്റിൽ. അപ്പൊ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. 2 ദിവസം ആ ഗ്രൂപ്പിൽ തുടരുക. അതിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്നോട് പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.